നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. ഏഷ്യൻ പവർ ഇൻഡെക്സ് 2025 ജപ്പാനെ മറികടന്ന് ഇന്ത്യ 3-ാം സ്ഥാനത്ത്. 2025 കണക്കുകൾ പ്രകാരം അമേരിക്ക, ചൈന, ഇന്ത്യ, ജപ്പാൻ, റഷ്യ എന്നിവയാണ് മികച്ച 5 രാജ്യങ്ങൾ. സൈനിക ശേഷി, സാമ്പത്തിക വളർച്ച, മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം, സാങ്കേതികവിദ്യ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിർവചിച്ചിരിക്കുന്ന അതിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രസക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏഷ്യ പസഫിക് രാജ്യങ്ങളുടെ ആഗോള ശക്തി വിലയിരുത്തുന്നതിനുള്ള വിശകലന സംവിധാനമാണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷാവർഷം പുറത്തിറക്കുന്ന ഏഷ്യൻ പവർ ഇൻഡെക്സ്. 2025 മെയ് മാസത്തിൽ രാജ്യം നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ മികച്ച സൈനിക ശേഷിയും നയതന്ത്ര വൈദഗ്ധ്യവും തെളിയിക്കുന്നതായിരുന്നുവെന്നും ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ സഞ്ചാരം വർദ്ധിച്ച് ടൂറിസം മെച്ചപ്പെടുത്താനും ഏഷ്യയിലുടനീളം രാജ്യത്തിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും സഹായിച്ചതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു. വാർത്തകൾ വിശദമായി. പ്രവചനങ്ങൾ തെറ്റിച്ച് രാജ്യത്തിൻ്റെ GDP വളർച്ച. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദത്തിൽ GDP വളർന്നത് 8.2%. കഴിഞ്ഞ വർഷത്തെ സമകാല അളവിൽ 5.6%. വളർച്ച 6 പാദത്തിലൂടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വഖഫ് വിവാദത്തെ തുടർന്ന് മുനമ്പത്തെ 600-ലേറെ കുടുംബങ്ങൾ 400 ദിവസത്തിലേറെയായി നടത്തിവന്നിരുന്ന സമരം നാളെ അവസാനിപ്പിക്കും. ഇന്നലെ രാത്രി ചേർന്ന സമരസമിതി കോർ കമ്മിറ്റി യോഗത്തിലാണ് സമരം ഞായറാഴ്ച അവസാനിപ്പിക്കാൻ അന്തിമ തീരുമാനം എടുത്തത്. മുനമ്പം തീരത്ത് താമസിക്കുന്ന ഏകദേശം 250 വരുന്ന കുടുംബങ്ങൾ കുഴിപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിലായി കരമടച്ചു കഴിഞ്ഞു. ഭൂമി പോക്ക് വരവിന് ഹെൽപ്പ് ലൈൻ തുറക്കാമെന്ന് മന്ത്രി പി രാജീവ് ഉറപ്പ് നൽകിയതായി സമരസമിതി അറിയിച്ചു. നിയമമന്ത്രി പി രാജീവ്, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ നാളെ ഉച്ചയ്ക്ക് ശേഷം സമരപ്പന്തലിലെത്തി സമരം ഇരിക്കുന്നവർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കും. കേരളത്തിലെ SIR കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം 6.68 ലക്ഷമായി. 1.88 കോടിയിലധികം ഫോമാണ് ഡിജിറ്റൈസ് ചെയ്തത്. അതേസമയം BLAമാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വിനോദവേള അനുവദിച്ചുകൊണ്ട് SIR ജോയിത്തൺ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്നത് പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നാണ്. എന്നാൽ പീഡനാരോപണം രാഹുൽ നിഷേധിക്കുകയാണ്. ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയായ യുവതിയുടെ ആരോപണം വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന്, കേസിന് പിന്നിൽ CPM BJP ബന്ധമുണ്ടെന്നുമാണ് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MA നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലെ പ്രധാന വാദം. പരാതിക്കാരി BJP നേതാവിൻ്റെ ഭാര്യയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു. ഫേസ്ബുക്ക് വഴി പരാതിക്കാരിയാണ് താനുമായി സൗഹൃദം സ്ഥാപിച്ചത്. ഈ ബന്ധത്തിനിടയിൽ ഉഭയകക്ഷി സമൂഹത്തോടെ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഗർഭിണിയാക്കി എന്നത് വ്യാജ ആരോപണമാണെന്നും താനുമായുള്ള എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്ത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും. DCPയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം. തിരുവനന്തപുരം റൂറൽ മേഖലയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പരിധിയുള്ള നേമം സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നുള്ളത് കൊണ്ടാണ് നേമം സ്റ്റേഷനിലേക്ക് FIR കൈമാറിയിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെതിരായ നടപടി നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണെന്നും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണെന്നും VD സതീശൻ പറഞ്ഞു. അറബിക്കടലിൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്നും രാഷ്ട്രീയത്തിൽ വികാരങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും പാർട്ടിയുടെ തീരുമാനം KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ ഒന്നും പറയാനില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MA നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഷാഫി പറമ്പിൽ MP. മുൻകൂർ ജാമ്യ ഹർജി നിയമപരമായ നടപടികളുടെ ഭാഗമാണെന്ന് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ക്രിമിനൽ സംഘത്തെ കോൺഗ്രസ് പോറ്റി വളർത്തുകയാണെന്നും രാഹുലിനെതിരെ നിരവധി പെൺകുട്ടികൾ ഇനിയും പരാതിയുമായി വരുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ രാഹുലും ഷാഫിയും ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നേതാക്കൾക്ക് രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടി വരുന്നത്. ഏതൊരു നേതാവ് എതിര് പറഞ്ഞാലും സൈബർ ആക്രമണം നടത്താനാണ് ഷാഫിയുടെ നിർദ്ദേശം. രാഹുലിനെതിരെ നിലപാടെടുത്തവർക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയെന്നും VK സനോജ് ആരോപിച്ചു. രാഹുൽ മാങ്കുട്ടത്തിലെ MLAക്കെതിരായ ബലാത്സംഗ പരാതിയുടെ സമയം ശരിയായില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ വിലയിരുത്തുമെന്ന് മന്ത്രി MP രാജേഷ്. രാഹുലിനെതിരായ ആരോപണങ്ങൾ തെരഞ്ഞെടുത്ത കാലത്ത് ഉയർന്നു വന്നല്ലെന്നും വലിയ കുറ്റകൃത്യങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെ വിമർശിച്ച കോൺഗ്രസ് വനിതാക്കളടക്കം സൈബർ സംഘം ആക്രമിക്കുകയാണെന്ന് MP രാജേഷ് പറഞ്ഞു. രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള പരാതിക്കാരിക്ക് BJP ബന്ധമാരോപിക്കുന്നത് മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. യുവതി പരാതിക്ക് പിന്നിൽ CPM BJP ബന്ധമുണ്ടെന്ന രാഹുൽ മാങ്കുട്ടത്തിലെ വാദം വിഡ്ഢിത്തരമാണെന്നും ആരെയാണ് രാഹുലും കോൺഗ്രസും വിട്ടയക്കാൻ നോക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു.
രാഹുൽ മാങ്കോട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ രാഹുലിനെ പിന്തുണച്ചും ഇരയായ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും CPM സൈബർ പോരാളിൽ വിമർശിച്ചും മോഡലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പ്രിന രാജ് കേസ് കൊടുത്തപ്പോൾ വിവാഹിതയാണെന്ന ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഭർത്താവ് ഉണ്ടായിട്ടും കാമുവിനോടൊപ്പം അയാൾ വിളിച്ചിടത്തേക്ക് പോയി ലൈംഗികബന്ധത്തിലേർപ്പെട്ട സ്ത്രീയുടെ ഗർഭകഥയിലേക്ക് കടന്നു അവളോടൊപ്പം എന്ന് കൊട്ടിക്കൊഴിച്ചിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തൊരു ദുരന്തമാണെന്നും അതപ്പച്ചൊരു പാർട്ടിയാണ് നിങ്ങളുടെ എന്ന് പറയാൻ തോന്നുന്നുവെന്നും പ്രിന ഫേസ്ബുക്കിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയാൽ തന്ത്രിയിലേക്കും എത്തുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ കുഴപ്പക്കാരനാണ് നേരത്തെ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ക്രൂശിക്കാനാണ് ശ്രമിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമലയിലെ മേൽശാന്തിമാരും ഉൾക്കഴകക്കാരും നടത്തുന്ന സമാന്തര നെയ് വിൽപ്പന വിലക്കി ഹൈക്കോടതി. തന്ത്രി മേൽശാന്തിമാർ, സഹശാന്തിമാർ, ഉൾക്കഴകം എന്നിവരുടെ മുറികളിൽ അഭിഷേകത്തിന് നെയ് വാങ്ങുന്നതും ഹൈക്കോടതി നിരോധിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരോക്ഷ വിമർശനവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻസ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയകുമാറിൻ്റെ ഒളിയമ്പ് പ്രയോഗം. സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിക്കരുതെന്നും വേണ്ടാത്ത കാര്യങ്ങൾ കണ്ണ് പതിയുന്നതാണ് പലരും ഈ കുഴപ്പങ്ങളെല്ലാം ചെന്ന് ചാടാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനം തുടങ്ങിയ ശേഷം ശബരിമല പമ്പ പരിസരത്ത് ഇതുവരെ 65 പാമ്പുകളെ പിടികൂടി ഉൾവനത്തിൽ വിട്ടെന്ന് വനം വകുപ്പ്. 16 ചേര, 11 അണലി, 8 കാട്ടുപാമ്പ് എന്ന് ഉൾപ്പെടെയാണ് പിടികൂടിയത്. സന്നിധാനത്ത് പരിസരത്ത് മാത്രം 65 പന്നികളെ പിടികൂടി ഉൾവനത്തിൽ വിട്ടുവെന്നും വനം വകുപ്പ് അറിയിച്ചു. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളത്തിൽ സുവർണ്ണ മയൂരം സ്വന്തമാക്കി ആഷ്ലി മേഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് ദ യൂത്ത്. ഗുന്തൽ എന്ന ചിത്രത്തിലൂടെ സന്തോഷ് ദവാക്കർ മികച്ച സംവിധാനമായി, എ പോയിറ്റ് എന്ന ചിത്രത്തിലൂടെ പ്രകടനമാണ്. ഉബൈവർ റിയോസ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്ത് കള്ളാക്രമണത്തിനും കള്ളക്കടലിനും സാധ്യത. ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ കണ്ണുമുകളിലായി ഡിറ്റുവ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. കള്ളാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്ന നേവി ഡേ ആഘോഷങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. നാവികസേനാ ദിനമായ ഡിസംബർ 3-നാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. പൊതുജനങ്ങൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉണ്ടാകും. ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്ന് ശംഖുമുഖത്തെ KSRTC ഷട്ടിൽ സർവീസും ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ അറിയിച്ചു. ആകാംക്ഷയ്ക്ക് വിരാമിട്ട് വടകര സബ് ട്രഷറി ഓഫീസിലെ 100 പഴക്കമുള്ള നിലവറ തുറന്ന് ഏകദേശം 1 മീറ്റർ നീളവും 3/4 മീറ്ററോളം വീതിയുമുള്ള ഇരുമ്പ് അറയ്ക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിൻ്റെ ആസ്ഥാനത്ത് കേന്ദ്രമായിരുന്ന സബ് ട്രഷറി പ്രവർത്തിച്ച കെട്ടിടം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.